അല്ല ഗൈസ്, നിങ്ങൾ ഈ സാധനം ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടാ? ഉപ്പിലിട്ട് തുറക്കുമ്പോഴൊരു മണ്ണോ ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യും. നമുക്ക് ഏതാ സാധനം കാണാം. ഇതേ അപ്പുറത്തെ പറമ്പാണ്. ഇത് ആരെ പറമ്പാന്ന് വെച്ചറിയില്ലേ, വീടിന്റെ അപ്പുറത്തുള്ളൊരു പറമ്പാണ്. ജസ്റ്റ് ചാടി കാണുന്നു. ഇപ്പൊ എന്തായാലും ആള് വീഡിയോ കണ്ടോളൂ. ഈ സാധനം നിങ്ങളവിടെ എന്തിട്ട് പറയാ? ഞങ്ങളവിടെ കൊപ്പക്കായ എന്ന് പറയാം. നിങ്ങളവിടെ എന്തിട്ട് പറയാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. കൊപ്പക്കായ ഇങ്ങനെ അരിയ, എന്നിട്ട് നല്ല ഫ്രഷ് കൊപ്പക്കായ സ്ലൈസ് ആക്കിട്ട് അരിയ, എന്നിട്ട് ഓടി പറമ്പിൽ പോയിട്ട് രണ്ട് കാന്താരി മുളക്, കുറച്ചധികം കാന്താരി മുളക് അങ്ങനെ പൊട്ടിക്കുമ്പോൾ നോക്കി പൊട്ടിച്ചില്ലെങ്കിൽ കണ്ണിക്ക് തെറിക്കും. നല്ല രസമാണ് കണ്ണി തെറിച്ചെറിഞ്ഞാൽ കുറച്ചും പൊട്ടിച്ചെടുക്കുക. നല്ല പച്ച കളർ എന്നിട്ട് നമ്മളത് പൊട്ടിച്ച് ആ ചതയ്ക്കണ സാധനം ഇട്ടിട്ട് നല്ല ചതങ്ങിട്ട് ചതയ്ക്കുക. ഫുള്ളായിട്ട് തന്നെ ചതഞ്ഞ് പോകാൻ പാടില്ല, അരയാൻ പാടില്ല. കരിയൊക്കെ വേണം അങ്ങനെ, എന്നാലാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ കാണാനും, എന്നാലാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. നേഴ്സ് സാധനമാണ്. കണ്ണിക്ക് മുഖിക്ക് തെറിച്ച് കഴിഞ്ഞാൽ അതിനേലും വേറെ ലെവൽ സാധനവും. നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ നിന്നൊരു പാത്രത്തിൽ വന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിടുക. ആദ്യം കുറച്ച് ഉപ്പിടുക, പിന്നെ അരിഞ്ഞതിടുക, പിന്നെ വീണ്ടും ഉപ്പിടുക, അരിഞ്ഞതിടുക, ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ താരം കാന്താരിയാണ്. എടുത്ത് കോര, അല്ലെങ്കിൽ കൈയൊക്കെ എടുത്ത് കോരി കഴിഞ്ഞാൽ പുകച്ചിരി നല്ല അടിപൊളി പുകച്ചിരി. കാന്താരി അടിയിലേക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അടിയിലൊക്കെ എത്തണം, നന്നായിട്ട് അതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക, സെറ്റാക്കുക. കാന്താരി കുറേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ടേക്കി പോടെ നമുക്ക് തിന്നാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും അടുത്ത വീഡിയോയിലൊരു ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഈ വീഡിയോ ഇതിൽ ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ടേസ്റ്റിയാണ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. നിങ്ങൾ എന്തായാലും അഭിപ്രായം അറിയണ്ടേ? നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ നന്നായിട്ട് ഇളക്കുക, അതിൻ്റെ ഉള്ളിലേക്കെല്ലാം എത്തണ്ട, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു മൂടി എടുത്ത് അടച്ച് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. കുറച്ച് നേരമല്ല, കുറച്ച് ഒരാഴ്ച. അപ്പോഴേക്കും ഉപ്പ് പിടിക്കും. വിനാഗിരി ഒഴിച്ചോളൂ കേട്ടോ, പറയാൻ മറന്നുപോയി. കുറച്ച് വിനാഗിരി ഒഴിക്കുക, എന്നിട്ട് നല്ല കുലുക്കുക, അങ്ങോട്ട് കുലുക്കുക, എന്നിട്ട് ആരും തൊടാണ്ട് അവിടെ വയ്ക്കുക. എന്നിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണം വരും, മുളകിൻ്റെ ഒക്കെ ഒരു മണം. ഇതങ്ങോട്ട് നപ്പായിട്ട് തിന്നാം. അങ്ങനെ ഞങ്ങളത് കുപ്പിയിലാക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.